മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സങ്കീർത്തനം 55:22, The book of Psalms, chapter 55, verse 22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതഭാരങ്ങൾ വർദ്ധിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കും. അത് അസാധ്യമായതിനാൽ സാധ്യമായ മാർഗങ്ങൾ അവലംബിക്കും. മറ്റുള്ളവരെ വെറുക്കുവാനും സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ട് ജീവിക്കുവാനും ശ്രമിക്കും. സ്വയം നീതീകരണത്തിനായി എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കാണുന്നവരാകും. ചിലർ സ്വന്തം നാട്ടിൽ നിന്ന് അന്യനാട്ടിൽ പോയി താമസിക്കും. ചിലർ ആത്മഹത്യ ചെയ്യുവാൻ പോലും തയ്യാറാകും. സ്വന്തം വിധിയെ പഴിക്കും. സങ്കീർത്തകന് ഇതുപോലെ ചിന്തിച്ചുപോയി. 2 ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്ന് എവിടെയെങ്കിലും പോകാമായിരുന്നുവെന്ന് വിലപിച്ചു. വൈഷമ്യങ്ങൾ നേരിടാൻ മനസ്സില്ലാതെ ഒഴിഞ്ഞു മാറാനുള്ള ആഗ്രഹമാണ് ഈ വിധ ചിന്തയ്ക്ക് കാരണം. പ്രയാസങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അവയെ കണ്ട് ഓടിപ്പോവുകയല്ല, തരണം ചെയ്യുകയാണ് വേണ്ടത്. സങ്കീർത്തനകൻ പരാജയബോധത്തിൽ അല്പസമയം കുരുങ്ങിയെങ്കിലും അവിടെ നിന്നും സ്വയം മോചിതനാവുകയാണ്. മുന്നോട്ട് വരുമ്പോൾ നിന്റെ ഭാരം ദൈവത്തിന്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് പറഞ്ഞ് സ്വയം ഉറപ്പിക്കുകയാണ്. ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നമ്മൾ ആഗ്രഹിക്കരുത്. പ്രയാസങ്ങളെ പറ്റി അധികം ചിന്തിച്ച് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കരുത്. ഭാരം വഹിക്കുവാനും ജീവിത നുകത്തിന്റെ ഭാരം താങ്ങുവാനും തയ്യാറുള്ള ഈശോയുടെ കയ്യിലേക്ക് അവ കൊടുക്കുകയാണ് ഏറ്റവും വലിയ പരിഹാരം. നമുക്കാവശ്യമായ ബലവും ആത്മധൈര്യവും ലഭിക്കും. ഭയപ്പെട്ടോടിപ്പോയി ഒളിക്കുവാൻ നമുക്കൊരിടവുമില്ല. ഈശോയുടെ അടുത്തേക്ക് പോവുക. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.